പിന്നെ 2019 എന്താ പറയണ്ടേ ഓപ്ഷൻ പറ. ഓപ്ഷൻ കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ. ഇതിപ്പോൾ എന്താ പറയുക, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒറിജിനൽ ഉണ്ടാവില്ലല്ലേ കയ്യിലിപ്പോൾ? അത് മാറ്റിയുള്ള കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഇല്ല. സ്ക്രാച്ച് പോലും. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തത് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്ക്. സീറ്റ് കവറോ അല്ല, ബാക്കി പാർട്സ് ഒക്കെ വർക്കിംഗ്. ഇതൊക്കെ വംശനാശം സംഭവിച്ചു പോയ സാധനമാണ്. ഇത് ആഫ്രിക്കൻ കാടുകളിൽ പോയണ്ട് നോക്കണല്ലേ. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇപ്പൊ ഞങ്ങളെ പേരിലേക്ക് മാറാൻ കൊടുത്താണ്. കൊടുത്ത് മാറിണ്ടാവും. ചിലപ്പോൾ ഇന്ന് നാളായിട്ട് മാറും. അത് വണ്ടി തരുന്നില്ല അതുകൊണ്ട്. ഓക്കെ. മൈലേജ് എങ്ങനെ കിട്ടാറില്ല ഇതിന് പൊതുവെ? എത്ര കിട്ടും? അറിയണല്ലേ? 10, 12, 15 അത്ര പ്രതീക്ഷ. പെട്രോളിന്റെ കോമൺ ആണല്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലേ പറയാം. ഡീസലാണ് എല്ലാ വണ്ടിക്കും കൂടെ 18, പെട്രോൾ ആണ് എല്ലാത്തിനും 12. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സലീംക, സ്വാഗതം. വീണ്ടും സ്വാഗതം. നമ്മൾ KS കാസിലാണ്, സലീം ഖാൻ്റെ അടുത്ത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്ത്. എയർപോർട്ടിന്റെ 5 കിലോമീറ്റർ ബാക്ക് സൈഡിലായിട്ട് വരാം. ഓക്കെ. അപ്പോൾ അവിടുന്ന് കരിപ്പൂർ പോലീസും ചോദിക്കുക. സ്റ്റേഷൻ കഴിഞ്ഞൊരു 1.5 കിലോമീറ്റർ മുന്നോട്ട് പോന്നാൽ ഇവിടെ. അല്ല, പോലീസ് സ്റ്റേഷൻ ചോദിക്കണം. KS കാസ് ചോദിച്ചാൽ പറഞ്ഞുതരും. അത് പറഞ്ഞു ഫേമസ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരും. പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും അറിയാം. ഫേമസ് ആണല്ലോ. ഓക്കെ. ഇല്ല, പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചാൽ മതി. അവിടെ അപ്പം പിടിച്ചല്ലോ. ഓക്കെ. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും അറിയാലോ, ഒരുപാട് സ്റ്റോക്ക് വണ്ടികളുണ്ട്. പല സെഗ്മെന്റ്, എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. കാട്ടാകൂസ് വണ്ടി ഉണ്ടാവും. അതുപോലെ എല്ലാം ഉണ്ടല്ലേ. BMW വരെ കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. സലീം ഖാൻ ഇന്ന് ഫുൾ ഓൺ വണ്ടിയുണ്ടോ കൊടുക്കാൻ പറ്റിയ? ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. വീഡിയോട്ട് പോകാം. ഇതാ ഒരു ടൊയോട്ട ഫോർച്യൂണർ ഡെലിവറി പോവാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്താ പേര്? മുബഷിർ. എവിടെ സ്ഥലം? കാസർഗോഡ്. ഓക്കെ. പേര്? അമീൻ. കാസർഗോഡ് തന്നെ. ഓക്കെ. അവർ രാവിലെ ഡ്രൈവ് ചെയ്തുകൊണ്ടെത്തിയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? വണ്ടി നല്ല രസമുണ്ടായി. എങ്ങനെയാ കണ്ടത് വണ്ടി? ഞാൻ അവരുടെ പേജിലൂടെ കണ്ടത്. യൂട്യൂബ് ചാനലും ഏകദേശം കാണലുണ്ടല്ലോ. ബുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ സെറ്റ് ആണ്. പെട്ടെന്ന് റെഡി. ഇപ്പോൾ നാട്ടിൽ തന്നെയാണ് ഉള്ളത്. മന്തിൽ പോകും. ഓക്കെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. നമ്മുടെ ആദ്യ വാഹനം അത്യാവശ്യം നല്ല രീതിക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു മാരുതി സുസുക്കി സിയാസ് ആണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ലാമ്പൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഇവിടെ നോക്കിയിട്ട് എന്തൊക്കെയാണ് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 ഡീസൽ VDI. മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. 16. ഓട്ടം 1,11. 1,14,000. മേജറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. ഇതിപ്പോൾ എന്താ പറയുക, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒറിജിനൽ ഉണ്ടാവില്ലല്ലേ കയ്യിലിപ്പോൾ? അത് മാറ്റിയുള്ള കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഇല്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഓക്കെ. മൈലേജ് ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു ഡീസൽ സെഗ്മെന്റ് ആണ്. പിന്നെ മാരുതി സുസുക്കിയാണ്. വേറെ ഇപ്പം എന്തെങ്കിലും വർക്ക് ഉണ്ടോ? മെക്കാനിക്കൽ വർക്ക്? ഒന്നും ചെയ്യാനില്ല. ഡീസൽ അടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ എല്ലാ വർക്കും ഡണ്ണാണ്. ഓക്കെ. എല്ലാം ഡണ്ണാണ്. നീറ്റ് വണ്ടിയാണ് എന്തായാലും. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? 5,60,000. 5,60,000. 2016 VDI 1.10 ഓടിയ വാഹനമാണ്. 5,60,000 ചോദ്യം. കുറച്ച് കൊടുക്കാമല്ലോ? തീർച്ചയായിട്ടും. ലോണ് ചാൻസ് 4 മുതൽ 5 വരെ ലോൺ കൊടുക്കാം. 5 ലക്ഷം വരെ ലോൺ കിട്ടും. അടുത്തത് പോളോൻ്റെ സെഡാൻ കാറ്റഗറി ഫോക്സ് വാഗൺ എമിയോ ആണ്. KL 1 തിരുവനന്തപുരം വണ്ടി. KL 1 ആണെങ്കിൽ ഒന്നാമത്തെ ഓണറാണ്. ഓക്കെ. വെരി ഗുഡ്. പിന്നെ 2019 എന്താ പറയണ്ടേ? ഓപ്ഷൻ പറ. ഓപ്ഷൻ കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ എമിയോ 88,000 കിലോമീറ്റർ ഓടിയ കംഫർട്ട് ലൈൻ വാഹനമാണ്. മിഡിൽ ഓപ്ഷൻ. അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല. ബാക്കി പവർ വിൻഡോസ്, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. മേജറൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. 1.25 ഏകദേശം വരാറ്. 1.20 വരാറ്. ഓക്കെ. മൈലേജ് ഉണ്ടാവേ 1.5 ആണ് എഞ്ചിൻ വരിക. മൈലേജ് ഒരു 18-20 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. അത്രയും പവർഫുൾ വണ്ടിയാണ്. മേജർ റീപ്ലേസ്മെന്റ് ക്ലെയിം എന്തെങ്കിലും? ഒന്നും അറിയില്ലല്ലോ. മൈനർ ഒന്നുമില്ല. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 4,50,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ലോൺ നമുക്ക് 4 to 5 വരെ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടും. ഓക്കെ. ഫുൾ ലോൺ തന്നെ ചാൻസ് ഉള്ള വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചോളൂ. ബാക്കി
ഇങ്ങോട്ട് വന്നിട്ട് വിലയും കാര്യങ്ങളൊക്കെ സലീംക്കാരെ കണ്ടാൽ മതി, പിന്നെ കുറച്ച് തരും. ദ കോമ്പാക്ട് SUV സെഗ്മെന്റ് ഫോർഡ് പേര് പറഞ്ഞോ? എക്കോസ്പോർട്ട്. പെട്ടെന്ന് ബ്ലാങ്കായി. എങ്ങനെയാണ്? 2014 1,29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,29,000 അല്ലേ? ഓക്കെ. ടൈറ്റാനിയം ഡീസൽ. ഓക്കെ. ടോപ്പിന്റെ തൊട്ട് താഴെ സർവീസുള്ള വണ്ടിയാണ്. ശരി. ഓണർഷിപ്പ് സിംഗിളാ? തേർഡ് ഓണർഷിപ്പ്. 2014 ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ വാഹനമാണ്. 1,20 ഫുള്ള് പോയിട്ടുണ്ട്. ഇപ്പോൾ മേജറൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഡീസലാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് കിട്ടും, നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ടോപ്പിലേക്ക് പോകുമ്പോൾ എയർ ബാഗിൻ്റെ എണ്ണം വ്യത്യാസം ഉണ്ടാവും, അതേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ്. ഫുൾ കമ്പനി സർവീസാണ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 4,20 ചോദ്യമാണ്. കുറച്ച് കൊടുക്കാം അല്ലേ? എല്ലാം കുറക്കണ്ടേ? അത് ഒന്ന് കൂട്ടിക്കാൻ ചെയ്യാം. ഓക്കെ. 4 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ. ഒരു 1-1.20 ഒക്കെ കയ്യിൽ കണ്ടാലും നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു ഓക്കെ. 2014 ഡീസൽ എക്കോസ്പോർട്ടാണ്. ടൈറ്റാനിയം. താല്പര്യം എന്തായാലും കാണിക്കാം. ആയിക്കോട്ടെ. അടുത്തതാ റിനോ ഡസ്റ്റർ ആണ്. KL 11 കോഴിക്കോട് വാഹനമാണ്. എങ്ങനെയാ? ഇത് ഡീസലാണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,08,000. ഏതാ മോഡല്? 2012 മോഡൽ. 85 ഡീസൽ അല്ലേ? മൈലേജ് ഉണ്ടാവുക ഇതിലും 18-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. എന്താണ്? 110 PS ആണ്. 110 പിന്നെ അതല്ലേ ഇത്രയാണ് ചോദിച്ചോണ്ടേ. 85 അപ്പൊ എല്ലാം സോറി മുപ്പത് നോക്കി പഠിച്ചോണ്ടിരിക്കുക. 110 ആണ്. 110 ആകുമ്പോൾ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിൻ്റനൻസ് കുറച്ച് കൂടും 85 അപേക്ഷിച്ചിട്ട്. മൈലേജും കുറയും. ഒരു 15 യൂസ് ചെയ്യാൻ മതി, വലിയ കംപ്ലൈന്റും ഇല്ല. എന്നാ പിന്നെ വെറുതെ വെച്ചാൽ അല്ലേ വാങ്ങിയിട്ട്. ഓക്കെ. മേജർ ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 2,70. 2012 ഡസ്റ്റർ 2,70,000. ടോപ്പനല്ലേ ഇത്? RXZ ഡസ്റ്റർ നിങ്ങൾക്ക് 2,70,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോൺ 2-2.5 കയറും. 2 എന്തായാലും കൺഫേം ആണ്. 2.5 കയറും. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. സർവീസ് ഒക്കെ പക്ക പോയിട്ടുണ്ടോ? സർവീസ് കിലോമീറ്റർ എത്ര പറഞ്ഞു? 1.8 അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ എറ്റിയോസ് ആണ്. ടൊയോട്ട സെഡാൻ കാറ്റഗറി. KL 14 രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വണ്ടിയാണ്. റീ ആയതാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2011 CNG ഉണ്ട്. CNG വർക്കിംഗ് ആണ്. ഓക്കെ. പെട്രോൾ വിത്ത് CNG. ഓക്കെ. പിന്നെന്താ ചോദിക്കാന്നില്ല. 97,000 കിലോമീറ്റർ ഓടി. 97,000. മേജർ റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ബോഡി കുട്ടമ്പനാക്കി വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ CNG എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്? ഒരു 25 കിട്ടും ഏകദേശം. ഓക്കെ. ഞാൻ സാധാരണ റീവണ്ടി വെച്ചാൽ ഡീസലാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ചോദിച്ചാൽ. ഓക്കെ. പെട്രോൾ CNG ആണ്. വേറെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ലോഡ് വണ്ടി തന്നെയാണ്. 4 പുത്തൻ ടയർ ഉണ്ട്. അതേമാതിരി അലവിലും വാങ്ങിയെന്ന് പുത്തൻ അലവായിരുന്നു. ഇപ്പൊ യൂസ് ചെയ്യുമ്പോൾ ടയർ ഇട്ട് മാത്രം. ശരി. അങ്ങനെ. ഓക്കെ. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് വില കുറച്ച് കൊടുക്കാം. 2.5 കൊടുക്കാം. 2,50,000 രൂപയ്ക്ക് 2011 എറ്റിയോസ് പെട്രോൾ CNG വാഹനം ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. റീ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരു പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. വർക്കിനൊന്നും ചെയ്യണ്ട. സീറ്റുകളുടെ അടിപൊളിയാണ്. എല്ലാം റെഡിയാണ്. എടുക്കുക, ഓടിക്കുക. അപ്പോൾ ഓടിക്കാൻ ടയർ 4 പുത്തൻ ടയറാണ്. അതെ, 4 പുത്തൻ ടയറാണ്. വേറെ വേണ്ട. ഓക്കെ. ലോണ് ചാൻസ് ഉണ്ടോ? ലോൺ ഒരു 1.5 കൊടുക്കാം. കിട്ടും. ലോക്കൽ ഫിനാൻസ് അല്ലല്ലോ, പുറത്തുള്ളവർക്ക് കിട്ടും. അടിപൊളി ഒരു ലാൻസർ. ഇതാ ബ്ലാക്ക് കളർ ലാൻസർ ആണ്. പണ്ട് നമ്മൾ ഇവിടുന്ന് കൊടുത്തോണ്ടെന്ന് വില പറഞ്ഞ ഇപ്പോൾ അവർ മേടിച്ചു. അതുകൊണ്ട് ഞാൻ കാരണമാണ് രണ്ടാമത് പറയാൻ കാരണം. അന്നൊക്കെ 1 ലക്ഷം രൂപ 1 ലക്ഷം താഴേക്ക് നമ്മൾ വണ്ടി കൊടുത്തിരുന്നു. അതെ, നമ്മൾ കൊടുത്തോണ്ടതാ. ഓക്കെ. ഇത് സംബന്ധിച്ച് 2007 കേരള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇവിടെ ചെമ്മാട് ഇറങ്ങിയ വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള ചെമ്മാട് മലപ്പുറം ഇറങ്ങിയ വണ്ടി അല്ലേ? 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1.70 ആണ്. പെട്രോൾ ഡീസൽ. ഓക്കെ. അതിൽ പുതിയ ഫ്രഷ് ഇൻഷൂറും എടുത്തു തരും. ഓക്കെ. 1,70,000 കിലോമീറ്റർ പോലെ എവിടെയില്ല ഇപ്പൊ ചോദിക്കുന്നത് അല്ലേ? ഓക്കെ. ക്ലെയിമും കാര്യവും വേറെ ഒന്നുമില്ല. സ്ക്രാച്ച് പോലും സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്താണ്. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം സീറ്റ് കവറോ അല്ല, ബാക്കി പാർട്സ് ഒക്കെ വർക്കിംഗ് അല്ല. ഇതിന്റെ പേപ്പറിന്റെ അവസ്ഥ എന്താ? പേപ്പർ 2027 വരെ പേപ്പറുള്ള 1,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി ബ്ലാക്ക് ലാൻസർ. പുതിയ ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും നോക്കാനില്ല. ഇതിന് പൊതുവെ എങ്ങനെ മൈലേജ് കിട്ടാറുണ്ട്? ഇതിന് 18 കിട്ടും. 18 കിട്ടും. കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അടിപൊളി വണ്ടിയാണ്. എന്തായാലും നമ്മൾ മുന്നേ കൊടുത്തുകൊണ്ടെന്ന് അതാണ് എടുത്ത് പറഞ്ഞത്. അന്നത്തെ വില വെച്ചിട്ട് ഇന്ന് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ. അടുത്തത് ഒരു പഴയ ഷേപ്പ് i20 ആണ്. KL 12 രജിസ്ട്രേഷൻ, വയനാട്. എങ്ങനെ ഡീറ്റെയിൽ? 2010 മോഡൽ പെട്രോള്.
10 ഇപ്പൊ പേപ്പറിന്റെ അവസ്ഥ? പേപ്പർ ഇപ്പോൾ കുറച്ച് ടൈം കൂടി ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് പുതിയ ചെയ്ത് കൊടുക്കാം. പുതിയ 5 വർഷത്തേക്ക് റിന്യൂവൽ ചെയ്ത് കൊടുക്കാം. പുതിയ എടുത്തിട്ട് കൊടുക്കാം. പെട്രോൾ 2026 വരെ ഉണ്ട്. പിന്നെ പെട്രോള്, ഇൻഷുറൻസ് എല്ലാം നിലവിലുള്ള വാഹനമാണ്. പുതിയ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് വരും. ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഇപ്പൊ മാറിയതാ? പുതിയ നല്ല അടിപൊളിയാക്കിയിട്ടില്ല. ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററിന്റെ വരെ മാറ്റിയാണ്. ബോഡി വൈസ് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ? പെയിന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇന്റീരിയറും ഓക്കെ. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ടച്ച് സ്ക്രീൻ ഉണ്ട്. ഓക്കെ. മറ്റേ ആ സ്മെല്ല് വരുന്ന സാധനമൊക്കെ ഉണ്ടായിന്. ആയിക്കോട്ടെ. എത്ര ഓട്ടം കാണിക്കുന്നത്? 80,000 പെട്രോൾ i20 ആണ്. മൈലേജ് ഒരു 11-14 ആ റേഞ്ച് ഏകദേശം കണ്ടാൽ മതി. ഓക്കെ. എത്ര കൊടുക്കാതെ നമുക്ക് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ടാണെങ്കിൽ 1.60 ലാസ്റ്റ് കൊടുക്കാം. 1,60,000 ഫുൾ 5 വർഷത്തേക്കുള്ള എല്ലാ പേപ്പറും എടുത്തതിന് ശേഷം 1.60 നിങ്ങൾക്ക് കൊണ്ടുപോകാം. i20 ആണ്. ഓക്കെ. അപ്പോൾ ലോണ് ചാൻസ് തീരെയല്ലോ? ലോണ് നമുക്ക് നോക്കാം, ചെറിയ പൈസ കൊടുക്കാം. ഉറപ്പിൻ്റെ അടുത്ത് കിട്ടും. 80 കിട്ടും. അടുത്തത് ടൊയോട്ട കൊറോള അൾട്ടിസ് സ്കെയിൽ 23ലേക്ക് രജിസ്ട്രേഷനായി കഴിഞ്ഞ വാഹനമാണ്. എങ്ങനെ സലിമിക്ക അതിൻ്റെ ഡീറ്റെയിൽ? ഇത് 2009 പെട്രോൾ. ഓക്കെ. പിന്നെ ജി ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ജി. ഓക്കെ. പിന്നെന്താ 1,66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. 2.5 ലക്ഷം രൂപ കൊടുക്കാം. 1-1.5 വരെ നമുക്ക് ലോൺ കൊടുക്കാം. പേപ്പർ ഓർക്ക് എന്തായാലും ലോൺ കിട്ടും. പേപ്പർ 29 ലാസ്റ്റ്. 29 ലാസ്റ്റ് വരെ പേപ്പറുള്ള 2009 മോഡൽ. 29 ഡിസംബർ വരെ ഉണ്ട്. ഡിസംബർ വരെ ലാസ്റ്റ് വരെ ഉണ്ട് അല്ലേ? ഡിസംബർ. ഓക്കെ. 29 ലാസ്റ്റ് വരെ പേപ്പറുള്ള വാഹനമാണ്. എത്രയാ പറഞ്ഞ? 2.5 സോറി. കിലോമീറ്റർ അല്ലേ? 1.66. ഓക്കെ. 2,50,000 രൂപയ്ക്ക് ഒരു പെട്രോൾ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആ സമയത്ത് പെട്രോൾ ആണല്ലോ അല്ലേ ടൊയോട്ട? ഡീസൽ കാലങ്ങളായിട്ട് ഡീസൽ ഉണ്ടല്ലോ പമ്പിലൊക്കെ. അല്ല, ഇതിന്റെ ഒക്കെ പെട്രോൾ ഉള്ളൂ. ഇത് 10 ഡീസൽ പമ്പിലുണ്ടാവും. ഓക്കെ. ഞാൻ ചോദിച്ചാൽ അന്നൊക്കെ പെട്രോൾ മാത്രമേ യൂസ് ചെയ്യൂ. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? മേജർ വർക്ക് അല്ല, ചോദിക്കണല്ലോ. അത് ചോദിക്കാം. എല്ലാ വണ്ടിക്കും അത് മാത്രം ചോദിക്കുന്നത്. ഇടയ്ക്ക് വേറെ ചോദിക്കണോ? ആയിക്കോട്ടെ, വേറെ ചോദിക്കട്ടെ. രാവിലെ ചായ കാണാതെ പഠിച്ചു വന്നായിരിക്കും. ഓക്കെ. അപ്പോൾ മൈലേജ് എങ്ങനെ കിട്ടാമല്ലോ ഇതിന് പൊതുവെ? എത്ര കിട്ടും? അറിയണല്ലേ? 10-12 15-നുള്ളിൽ. അത്ര പ്രതീക്ഷ. പെട്രോളിന്റെ കോമൺ ആണല്ലോ അല്ലേ? നമ്മളെന്ത് പറഞ്ഞാലേ പറയാം. ഡീസലാണ് എല്ലാ വണ്ടിക്കും കൂടെ 18, പെട്രോൾ ആണ് എല്ലാത്തിനും 12. ഓക്കെ. അടുത്ത വണ്ടി ഇതാണ് സലീംക്ക നേരത്തെ പറഞ്ഞ സാധനമാണ്. KL 18 രജിസ്ട്രേഷൻ ആണ്. ഡീസലാണ് അല്ലേ? 2016 മോഡൽ ടൈറ്റാനിയം ഡീസൽ. 1,38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1ാമത്തെ ഓണർ. ഫുൾ സർവീസ് എല്ലാം പ്രോപ്പറാ? സർവീസ് പ്രോപ്പർ. ഓക്കെ. 1.38 ഓടിയ 2016 മോഡൽ ടൈറ്റാനിയം. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലവൻസും കാര്യങ്ങളും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരും. ഓക്കെ. മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? 5.60. 16 ഡീസൽ 5,60,000 രൂപയ്ക്ക് ടോപ്പ് എൻഡ്. ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5 lakhs ലോൺ കിട്ടും. 4.5 എന്തായാലും കിട്ടും. 4.5. ഓക്കെ. അപ്പോൾ കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. വേറെ വർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെൻഡിങ് ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. വേറെ വർക്കൊന്നുമില്ല, മെക്കാനിക്കൽ വർക്കൊന്നും. ഓക്കെ. ലോണ് എത്രയാ പറഞ്ഞത്? 4 പറഞ്ഞേ? 4 to 4.5. ഓക്കെ. അപ്പോൾ എന്തൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ കാര്യമായിട്ടില്ല? ചെറുതായിട്ടൊക്കെ ചെയ്യാം. ആയിക്കോട്ടെ. ഇതൊക്കെ വംശനാശം സംഭവിച്ചു പോയ സാധനമാണ്. ഇത് ആഫ്രിക്കൻ കാടുകളിൽ പോയാണ്ട് നോക്കണല്ലേ? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ക്വാളിസ് അടുത്ത വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? സിംഗിൾ ഓണർ. പിന്നെ 2004 മോഡല് GS. ഇതെല്ലാം വർക്കിംഗ് ആണോ? AC കാര്യങ്ങൾ വർക്കിംഗ് ആണ്. അല്ല, സെൻട്രൽ AC? സെൻട്രൽ AC ഉണ്ടാവില്ല. ഇല്ലാത്ത GS ആണ്. അതിന് പകരം ഞങ്ങൾ വേറെ സാധനം വെച്ചിട്ടുണ്ട്. എന്താ വെച്ചേ? ആയിക്കോട്ടെ. പേപ്പർ എന്താ അവസ്ഥ? പേപ്പർ 29 നവംബർ വരെ ഉണ്ട്. ഓഗസ്റ്റ് വരെ 2029 വരെ പേപ്പറിൽ നിൽക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. അടിപൊളി. ഓക്കെ. 2,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിനെ കൊണ്ട് തന്നെ നമുക്ക് 2.30 കൊടുക്കും ചെയ്യാം. 34 ചോദിച്ചില്ലല്ലോ, ഭാഗ്യം. 2.34 ഇടാനേ വിചാരിച്ചത്. 2.30 ഇപ്പോൾ ചോദ്യം. കോളേജ് ആണ്. അപ്പോൾ ആ ഒരു ക്രേസ് തികഞ്ഞ വണ്ടിയാണ്. എല്ലാം വൃത്തിയിലുണ്ട്. ആൾക്കാരെന്താ കമന്റ് ചെയ്യാന്നറിയോ? 2.5 ലക്ഷം ഓടിയിട്ട് നല്ല നീറ്റ് വണ്ടിയാണ്, തികഞ്ഞ വണ്ടിയാണ്. 5 ലക്ഷം 6 ലക്ഷം ടൊയോട്ടയുടെ എഞ്ചിന്റെ പവറാണത്. അതുകൊണ്ട് സലീം അത്ര ധൈര്യത്തിൽ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ലോണും കാര്യമൊന്നും കിട്ടൂല. പേപ്പർ എന്തായാലും 29 വരെ നിലവിലുണ്ട്. ഇങ്ങനത്തെ പുരാവസ്തുക്കൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ സലീംക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വേറെ എന്താ പുരാവസ്തു ഉണ്ടോ? വിളിച്ചാൽ മതി. ഓക്കെ. അടുത്തത് ഫസ്റ്റ് വാഗണറാണ്. KL 55 തിരൂർ രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? 2008 മോഡല് 2028 നവംബർ വരെ പേപ്പർ ഉണ്ട്.
മൂന്നാമത്തെ ഓണർഷിപ്പിൽ 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ 4 പുത്തൻ ടയറുണ്ട്, അലോയ്സ് ഉണ്ട്. അലവിൽസ് ഒന്നുമില്ല. ആ ഉണ്ടല്ലേ, അലവിൽസ് തന്നെ. ഞാൻ വെച്ച് വിൽക്കപ്പ് ഓക്കെ. 1,25,000. 2028 വരെ പേപ്പറുള്ള വാഗണറാണ്. 1,28,000 നവംബർ എന്ന് പറയണോ? ആയിക്കോട്ടെ. 1,25,000 ഇപ്പൊ ചോദിക്കുന്നതിന്. അതെ. ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? പഴയ വണ്ടിയിൽ ആകെ ചോദിക്കാനുള്ളതാ. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ക്ലെയിം ഒന്നുമില്ല. ആ ഓക്കെ. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാനും പിന്നെ അത്യാവശ്യം ഫാമിലി പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല വണ്ടി. പേപ്പറുണ്ട്, 28 വരെ ഉണ്ട്. ഇനി 3 വർഷത്തേക്കൊന്നും നോക്കാനില്ല അല്ലേ? ഓക്കെ. പഴയ വാഗണർ മൈലേജ് എങ്ങനെ കിട്ടാറുണ്ട് പൊതുവെ? സാധാരണ നമുക്ക് നമ്മുടെ വണ്ടിക്ക് എത്ര കിട്ടുന്നത് 14 അല്ലേ? അത് തന്നെ ആയിക്കോട്ടെ. അടുത്തത് സലീം ഖാൻ്റെ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് സെലറിയോ. ഓട്ടോമാറ്റിക് 2014 LXi 2014 സിംഗിൾ ഓണർ. 14 ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. എന്താ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ശരി, ലോക്കൽ ഓർഡറാണ്. ഓക്കെ. 3,20,000 രൂപ. 3,20,000 ഓട്ടോമാറ്റിക് ഈ ഒരു സെലറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2014 മോഡല്. പ്രൈസ് എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? നിർബന്ധമാണെങ്കിൽ എന്തെങ്കിലും നിർബന്ധമാണ്. കുറച്ച് എന്തെങ്കിലും മാറ്റി കൊടുക്കാം. അങ്ങനെ ചെയ്യാട്ടോ. 3,20,000 മാക്സിമം ലോൺ കിട്ടും. ലോൺ കിട്ടും, ചിലപ്പോൾ 3 കിട്ടും. മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിക്കോളൂ. വലിയൊരു ഓട്ടം പോയിട്ടില്ല. മേജർ വർക്കോ കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. ക്ലെയിമും ഇല്ല. മൈലേജ് ഒരു 13, 14, 17 വരെയൊക്കെ കിട്ടൂലേ? അത് കിട്ടും. അടുത്ത വണ്ടി i10 ഗ്രാൻഡ് KL1 തിരുവനന്തപുരം വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഡീസലാണ്. ഡീസലാ? ഓ മൈലേജ് എത്ര? 20 മേലെ പോകും. ഓക്കെ. ഏതാ മോഡല്? മോഡൽ 2017. 17 ഡീസലാണ്. ഓക്കെ. ബേസ് മോഡലാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. റേറ്റ് വന്നിട്ട് 2,90,000 2,90,000 2017 ബേസ് ഓപ്ഷൻ വാഹനമാണ്. 2,90,000 രൂപയ്ക്ക് ഡീസൽ i10 ഗ്രാൻഡ് കൊണ്ടുപോകും. നല്ല ലോൺ വേണമെങ്കിൽ 2.5 to 3 വരെ ലോണും കിട്ടും. ഓക്കെ. ഫുൾ ലോണിന് ചാൻസ് ഉള്ള വാഹനമാണ്. 2,90,000 ഒരു ഡീസൽ i10 ഗ്രാൻഡ്. ഓക്കെ. നല്ല മൈലേജ്. അതായത് നിങ്ങൾക്ക് ഓട്ടം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. വെറുതെ ഒരു സാധാരണ ഓട്ടാണെങ്കിൽ എടുക്കാൻ നിൽക്കണ്ട. കാരണം മെയിൻ്റനൻസ് കാണണം. ഡീസൽ വണ്ടിയല്ലേ? അതിൻ്റെ സൈഡിൽ കൂടെ കാണണം. അത് പിന്നെ ഷോക്കേസിൽ വെക്കുന്നില്ല. WRV കൊടുത്തോ? കൊടുത്ത് ഒഴിവാക്കി. ശരി. അടുത്ത വണ്ടി ഒന്നുമില്ല, ചോദിച്ചാ. അടുത്തത് നമ്മൾ വീണ്ടും കോമ്പാക്ട് SUV സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹ്യുണ്ടായി ക്രെറ്റ. എങ്ങനെയാണ്? 2017 മോഡല്, 92,000 കിലോമീറ്റർ, SX പ്ലസ് ഡീസൽ. 17 SX പ്ലസ് ആണ്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ് അല്ലേ? ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും വരില്ല. ടോപ്പിലേക്ക് പോകുമ്പോൾ എയർ ബാഗിന്റെ മാറ്റം അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇപ്പൊ ഞങ്ങളുടെ പേരിലേക്ക് മാറാൻ കൊടുത്താണ്. കൊടുത്ത് മാറിണ്ടാവും. നാളായിട്ട് മാറും അല്ലേ? അത് വണ്ടി തരുന്നില്ല. ഓക്കെ. അപ്പൊ ജസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് പേര് ഗവൺമെന്റ്. ഓക്കെ. മാറാണ്ട് കൊടുക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ. ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഓക്കെ. 17 SX പ്ലസ് എത്ര കൊടുക്കാം? 8,50,000 ആണ് ചോദ്യം. ഇതേ സാധനത്തിന് വേറെ നമ്മൾ 2016 ഡീസൽ ഉണ്ട്. അത് 6 അല്ലേ? ഓക്കെ. അത് ഏത് ഓപ്ഷൻ കുറവാണ്? ഓപ്ഷൻ കുറവാണ്. ഇത് SX പ്ലസ് ആണ്. ഓക്കെ. അപ്പോൾ ഒരു 7,500 ലോൺ വരുമോ? 7,000 കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം മാരുതി 800 ആണ്. സലീംക്കൊക്കെ ഒരേ നിർബന്ധം ഒരു ചെറുതിലേക്ക് വരണം. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2001 മോഡല്, 28 റിന്യൂവൽ ഉണ്ട്. ഓക്കെ. ടാക്സ് വർഷം ലാസ്റ്റ് വരാം, ഇൻഷുറൻസും ഈ വർഷം ലാസ്റ്റ് വരാം. ഓക്കെ. കിലോമീറ്റർ കാണിക്കുമ്പോൾ 15,000 ഉള്ളൂ. മീറ്റർ മറിഞ്ഞായിരിക്കും അല്ലേ? ഓക്കെ. പിന്നെ റേറ്റ് വന്നിട്ട് 45 രൂപ. 45,000-ന് 2028 വരെ പേപ്പറുള്ള വാഹനം. AC, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, ഇതൊന്നും തന്നെ ഇല്ല. ഞാനും പെട്ടെന്ന് കിട്ടിപ്പോയി. ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെതായ പണി ഉണ്ട്. ആയിക്കോട്ടെ. ബോഡി ഉണ്ട്, എഞ്ചിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. നല്ല കാറ്റടിക്കണ്ടല്ലോ. കാറ്റടിക്കാതില്ലല്ലോ. അപ്പോൾ 800 ആണ്. 45,000 ചോദ്യം. 2028 വരെ പേപ്പറുള്ള തന്നെയാണ് റേറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനും ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനത്തെ ചെറുത് ഇഷ്ടം പോലെ ഉണ്ട്. വേറെയും കാറുകളുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. കാസ്റ്റിലേക്ക് കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിലേക്ക് പോരട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. സലീം ഖാ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.